ഹലോ, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ഫ്രൈഡ് റൈസും റെസിപ്പിയുമായിട്ടാണ്. എഗ് ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും. അത് നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. മുട്ട സോസേജ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി അതിലോട്ട് തന്നെ ഓയിൽ ചേർത്തിട്ട് ബീൻസ്, ക്യാരറ്റ്, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിന് ശേഷം സോയ് സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുക. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി സോസ് ചേർക്കാണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കോൺഫ്ലോറും കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഓയിൽ ചൂടാക്കിയിട്ട് മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം സൈഡിലോട്ട് മാറ്റിയിട്ട് പിന്നെ ബീൻസ്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. അതൊക്കെ കുറച്ച് മതി കേട്ടോ. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. സോയ സോസ് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നേ ഇല്ല. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ലാസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് സോസ് ചേർക്കാത്ത. അപ്പോൾ രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഐഷസ് കിച്ചൻ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക.